ലോകകപ്പുകളിൽ ഇന്ത്യ വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കളിക്കുന്നത്. പ്രസിഡന്റിന്റെ പ്രത്യേക തീരുമാനമാണ് ഇന്ത്യന്റെ പേരിൽ നമ്മൾ സ്റ്റാഫുകൾ കളിക്കണം. ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി മത്സരം നടക്കാനുള്ളത്. മലപ്പുറത്തെ സംബന്ധിച്ചോളം മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മലപ്പുറം പൊന്മള പഞ്ചായത്തിലൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്തുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. പ്രസിഡന്റ് ചേരുന്നു. ഇത് എന്ത് മത്സരമാണ് ശരിക്കും? ഒരു ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് മാമാക്കത്തിന് മുന്നോടിയായിട്ടുള്ളതാണ്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ തന്നെ പൊന്മള ഗ്രാമപഞ്ചായത്ത് ഇവിടെ വെച്ചൊരു മിനി കപ്പ് നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾക്കൊന്നും അവിടെ പോയി വേൾഡ് കപ്പ് കാണണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ 21 വാർഡാണ് പൊന്മള പഞ്ചായത്തിലുള്ളത്. 21 വാർഡുകളെയും ഓരോ രാജ്യമാക്കി മാറ്റി 21 ടീമാണ് ഇവിടെ കളിക്കുന്നത്. അതിൻ്റെ പുറമെ ഇത്രയും കാലമായിട്ട് വേൾഡ് കപ്പിൽ അവസരം കിട്ടാത്ത ഇന്ത്യ ഞങ്ങളുടെ 22ാമത്തെ ടീമായി നമ്മളെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ 22ലെ ടീമായി ഇവിടെ കളിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കുന്നുണ്ട്. ഇത് അടുത്ത പ്രാവശ്യം വരുന്ന വേൾഡ് കപ്പിലെങ്കിലും ഇന്ത്യക്കൊരു അവസരം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ പുറമെ ഈ കളിയിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇപ്പോൾ സർക്കാർ ലെവലിൽ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരിക്കെതിരെ. അതിൻ്റെ ഒരു മുന്നോടിയാണ് നമ്മളെ യുവാക്കൾക്ക് ഇങ്ങനൊരു ആവേശം കൊടുക്കുകയും ലഹരിയിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശമാണ്. ഇതിൻ്റെ ശേഷം എല്ലാ പ്രദേശത്തുമുള്ള ആളുകളെയും ക്ലബ്ബുകാരെയും വിളിച്ചുകൂട്ടും. അതിൻ്റെ ശേഷം ഭാവി പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെ എങ്ങനെ നീങ്ങണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്നു. വെറും ഒരു ഫുട്ബോൾ മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള തൂഫാൻ്റെ ഭാഗമായുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ്. ഇപ്പോൾ എപ്പോഴാണ് മത്സരം തുടങ്ങിയത്? ഇത് രാവിലെ തുടങ്ങിയതാണ്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയതാണ്. MLA ആബിദ് ഹുസൈൻ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം പ്രമുഖ ടീമുകളൊക്കെ പോയാൽ കളിക്കുന്നുണ്ടോ? ഇല്ല, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത് പിന്നെ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നുള്ളൊരു ആശയമാണിത്. ഞങ്ങൾ പ്രസിഡന്റിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഇത് ഉറവിയെടുത്തത്. അത് എല്ലാവരും ഏറ്റെടുത്തു. ആളുകളുടെ ഭാഗത്തുള്ള റെസ്പോൺസ് ഒക്കെ ഭയങ്കര റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെ, എല്ലാ ഭാഗത്തുനിന്നും. അർജന്റീന ഒക്കെ ഉണ്ടോ ഇവിടെ മത്സരിക്കാൻ? അർജന്റീന ഉണ്ട്. അർജന്റീന 4ാം വാർഡ് അർജന്റീനയാണ്. നമ്മളിപ്പോൾ വാർഡ് അർജന്റീന. പ്രസിഡന്റ് വാർഡ് അർജന്റീനയും സ്പെയിനും കൂടിയാണ് ഇന്നത്തെ ടീമിൽ. അവിടുത്തെ അതേമാതിരി തന്നെ ഇവിടുത്തെ മത്സരം ഫൈനൽ അല്ല. ഇപ്പത്തെ മത്സരങ്ങൾ തുടങ്ങി കഴിഞ്ഞു. 1-2 മത്സരങ്ങൾ കഴിഞ്ഞു. പുറത്തു പോയല്ലോ. 1-2 ടീം പോയി. കൊറിയ പോയി. ഒറ്റ കളിയിൽ തന്നെ പുറത്തു പോകും. അങ്ങനെയാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രതികരണമാണ്. നാട്ടിൽ അവിടെ ഇഷ്ടംപോലെ ആളുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാലും അറിയാമല്ലോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്. നാട്ടിലുള്ള ജനങ്ങൾ, യുവാക്കളാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും അതിന് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ ഇതുപോലെ ഒരു കാര്യങ്ങളിലേക്ക് ഇറക്കി വിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ള രീതിയിൽ. ഒരു ലേസി ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ പോയി തലയിട്ട് കൊടുക്കുക. ഇതുപോലെ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിലോട്ട് പോകില്ല എന്നാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെ എല്ലാവരുടെയും. പഞ്ചായത്തിലെ ക്ലബ്ബുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ക്ലബ്ബുകളൊക്കെ ഇതിനോട് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ളത്. ഞങ്ങൾ ബ്രദേഴ്സ് ക്ലബിൻ്റെ അംഗങ്ങളാണ്. 19ാം വാർഡ് ഞങ്ങൾക്ക് സീഡ് എന്നുള്ള ടീമാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനത്തെ ഒരു പദ്ധതി പഞ്ചായത്ത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് വേറൊരു പഞ്ചായത്തും കൊണ്ടുവരാത്ത ഒരു പദ്ധതിയാണ് ഈ ഒരു പഞ്ചായത്ത് വേൾഡ് കപ്പ് എന്നുള്ളത്. അത് ഞങ്ങളെ പഞ്ചായത്ത് കൊടുന്നില്ല. ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം ഞങ്ങൾ നന്ദി അറിയിക്കണേ. ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിന്റെ ആളുകളുണ്ടോ? ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഏതായാലും ഇവിടെ വരും പഞ്ചായത്ത് സ്റ്റാഫാണ് ഇന്ത്യൻ ടീമിന്റെ മത്സരത്തിൽ കളി തുടങ്ങി. കളിച്ചോ? ഇല്ല, 2ാമത്തെ മത്സരം. ഇന്ത്യൻ ടീമായിട്ട് മത്സരിക്കുന്നത് എന്താ തോന്നുന്നത്? അഭിമാനമുണ്ട്. കാരണം അടുത്ത വർഷം വരും ലോകകപ്പുകളിൽ ഇന്ത്യ വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കളിക്കുന്നത്. പ്രസിഡന്റിന്റെ പ്രത്യേക തീരുമാനമാണ് ഇന്ത്യന്റെ പേരിൽ നമ്മൾ സ്റ്റാഫുകൾ കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉള്ള ആളുകൾ വെച്ചിട്ട് സ്റ്റാഫിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കളിക്കണം, ജയിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഏതായാലും പൊന്മള പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മിനി ടൂർണമെൻറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഓരോ വാർഡിൽ നിന്നും ഓരോ ടീമാക്കി മാറ്റി അർജന്റീനയും ബ്രസീലും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമും ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേവലം ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റോ അല്ലെങ്കിൽ മത്സരം മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി തൂഫാൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പൊന്മള പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു മിനി ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1 മലപ്പുറം.